സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഹൈപ്പ് കൊടുത്തിട്ട് അതിന് ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്താണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു പടത്തെ ആൾക്കാർ നശിപ്പിച്ചിരിക്കുകയാണ്. ലാലേട്ടന് മാത്രമേ പറ്റത്തുള്ളൂ ഈ ഒരു പടം ചെയ്യാൻ വേണ്ടി, വേറെ ആര് ചെയ്താലും എത്തത്തില്ല. ലാലേട്ടന് മാത്രം പറ്റുന്ന പടം. എനിക്ക് പറയാനുള്ളത് ഈ റിവ്യൂസ് നോക്കി പടം കാണാൻ ഒരിക്കലും പോകാൻ പാടില്ല. ഞാനും കണ്ടു. ഞാനും ആക്ച്വലി ലാലേട്ടൻ ഫാനാണ്, നല്ലൊരു ലാലേട്ടൻ ഫാനാണ്. പക്ഷേ നമ്മൾ ഒരുപാട് മറ്റ് ലാലേട്ടൻ പടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. മറ്റ് ലാലേട്ടൻ പടങ്ങളുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ കിട്ടത്തില്ല. വളരെ നല്ല അഭിപ്രായമായിരുന്നു, വളരെ നല്ല പടമായിരുന്നു. അത് ജോലിയുടെ തിരക്കാണ്. അതുമാത്രമല്ല ഈ ബഹളം കഴിഞ്ഞിട്ട് കാണാൻ വെച്ച് കാണാൻ നല്ല മൂവിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ മൂവി ആയതുകൊണ്ട് കാണണമെന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ വന്നത്. പക്ഷെ നല്ല മൂവി ആയിരുന്നു. വേറൊരു ലുക്ക്. അതെ 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 കൊള്ളായിരുന്നു നൈസ്. അതെ അതെ ശരിക്കും നന്നായിരുന്നു. ടെക്നിക്കലി നൈസ് ആയിരുന്നു. ഹോളിവുഡ് മൂവീസ് ഒക്കെ കണ്ടു വരുമ്പോൾ അതുപോലെ തോന്നിയായിരുന്നു. ഇറ്റ് വാസ് നൈസ്. കോട്ടയം വാലിബൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയൊരു തലമുറയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്ത് പോകാൻ പാടില്ല. എന്നാലും പഴയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഡയറക്ഷൻ, വേറൊരു ടിപ്പിക്കൽ മൂവി ഡയറക്ഷനാണ് ഇതിൽ എടുത്തേക്കുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ അത് കണ്ടിരിക്കാം. അതും ഇന്നത്തെ ഒരു സിനിമയ്ക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ രീതിയിലാണ് പുള്ളി എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു എക്സ്പെക്റ്റിലേ പോകുള്ളൂ. ഇന്ന് അതിലെ ഫൈറ്റ് സീൻസ് ആയാലും വാർ സീൻസ് ആയാലും വന്നിട്ട് പണ്ടത്തെ നമ്മുടെ ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഹോളിവുഡിലൊക്കെ ട്രൈ ചെയ്തിരിക്കുന്ന ആ ഒരു ഡയറക്ഷനാണ് ഇതിലും പുള്ളി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. ഇത്രയും ഒരു ബഡ്ജറ്റിൽ അവർ ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു റേറ്റിംഗ് ഒരു 10 out of 10 കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു 8 വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ കണ്ടിട്ടുണ്ട്. അതെ പുള്ളിയുടെ ഒരു ഫാനാണ്. പുള്ളി പുതിയൊരു ഡയറക്ഷനിലേക്ക് ചിന്തിച്ച് ചെയ്തൊരു ഇതാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ അവർക്ക് ഒരു പ്രചോദനം കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള വഴികളിൽ പോകാതെ പുള്ളി തന്നെ സ്വയം ഒരു അതെ പുള്ളി മറ്റാരെയും കോപ്പി അടിച്ചിട്ടില്ല. ഒരുപാട് പേര് കോപ്പി അടിച്ച് അങ്ങനെ ഒരു ഡയറക്ഷൻ കൊണ്ടുവന്നു. പക്ഷേ പുള്ളിയുടേതായ ഒരു സ്റ്റൈലിൽ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ആ പുള്ളിയുടെ ഒരു കഴിവിനെ മനസ്സിലാക്കണം. ഇപ്പം എത്രയോ അല്ലാത്ത സിനിമകളുണ്ട്, ഒരുപാട് പേര് കാണാൻ പോകുന്നില്ല. ഇത് വ്യത്യസ്തമായ ഒരു സിനിമ എന്നുള്ള രീതിയിൽ എടുക്കുന്നൊരു പടം. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? സിനിമാറ്റോഗ്രാഫി, BGMൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും BGM ഒരുപാട് പുതിയ ട്രൈ ചെയ്തിട്ടുണ്ട്. പുതിയ ഒരുപാട് സൗണ്ട് BGMs ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ഷനിലായാലും ഇപ്പം ചെറിയ മെലഡീസിലാണെങ്കിൽ പോലും അതിൽ സോങ് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് പാടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു BGM ആണ് ഇതിൽ ട്രൈ ചെയ്തിരിക്കുന്നത്. ഞാനും കണ്ടു. ഞാനും ആക്ച്വലി ലാലേട്ടൻ ഫാനാണ്, നല്ലൊരു ലാലേട്ടൻ ഫാനാണ്. പക്ഷേ നമ്മൾ ഒരുപാട് മറ്റ് ലാലേട്ടൻ പടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. മറ്റ് ലാലേട്ടൻ പടങ്ങളുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ കിട്ടത്തില്ല. നമ്മൾ അതിൻ്റെ ആ ഒരു ഡയറക്ഷനും ലാലേട്ടൻ എന്തുകൊണ്ടായിരിക്കും ഇതിൽ അഭിനയിച്ചത്, അതിൻ്റെ ആ ഒരു എന്തെങ്കിലും പുള്ളി കണ്ടിട്ടായിരിക്കുമല്ലോ അല്ലേ അഭിനയിച്ചത്, അല്ലാതെ ഒരാളെ അഭിനയിക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ കണ്ടു നോക്കുക, കണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ കഴിവ് കാണുക. നല്ലൊരു ഡയറക്ഷൻ, ഹാർഡ് വർക്കിങ്. അതെ ഒരുപാട് ഫിസിക്കൽ മെൻ്റൽ പ്രിപ്പറേഷൻസ് എല്ലാം ഈ പടം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നല്ലൊരു മൂവ്മെൻറ്റ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ട് പുള്ളി തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു പടയല്ല അത്. അല്ല എനിക്കതൊന്നും ഇഷ്ടമല്ല. മോഹൻലാൽ എല്ലാ സിനിമയിലും നല്ല അഭിനയം തന്നെ. വളരെ നല്ല അഭിപ്രായം. എല്ലാം കണ്ടിട്ടുണ്ട്. വളരെ എന്ന് വെച്ചാൽ ഇതൊരു വളരെ സമാധാനമായിട്ടിരുന്ന് കാണേണ്ട പടമായിരുന്നു. എല്ലാം സൗണ്ടും ക്യാമറയും എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം കണ്ടു. അതുകൊണ്ടാണ് അത് സമാധാനമായിട്ട് കണ്ടത്. ആദ്യം കാണാൻ പിന്നീട് കണ്ടത്. അതുകൊണ്ടാണ് വളരെ നല്ല അഭിപ്രായം. പടം ടെക്നിക്കലി വളരെ എൻജോയ്മെൻ്റ് ആണ്. പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ കഥ വേറൊരു ലെവലാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട്സും അതുപോലെ കളർഫുള്ളായിട്ടുള്ള പടം നല്ലത്. സിനിമാറ്റോഗ്രാഫിയാണ് ഏറ്റവും, അതാണ് ഞങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആസ്കിങ് ഓൾസോ
ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് ഈ ഒരു 63 ലാലേട്ടന് മാത്രമേ പറ്റത്തുള്ളൂ ഈ ഒരു പടം ചെയ്യാൻ വേണ്ടി. വേറെ ആര് ചെയ്താലും എത്തത്തില്ല. ലാലേട്ടന് മാത്രം പറ്റുന്ന പടം. ഫിസിക്കലി ഇതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൂവിയിൽ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും ആ നടത്തവും ഇതൊക്കെ വേറെ ആർക്കും പറ്റത്തില്ല. റിവ്യൂസ് കാരണമാണ് യഥാർത്ഥം ഈ പടം ഇത്രയും ഇതായി. അതായത് ഇത് LJP അവരുടെ അഭിപ്രായം പറയുന്നതിൽ അതെ അത് ഒരിക്കലും നമുക്ക് ഒത്തിരി അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഫ്രെയിംസുകളും ഇങ്ങനെ ഒരു പടം ഉണ്ടാക്കുക LJPക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ സിനിമയായിട്ട് തന്നെ അതായത് വിദേശത്തുള്ള ഒരാൾ ഈ പടത്തെ കാണുമ്പോൾ മനസ്സിലാവും ഇതെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. അതിൻ്റെ ഫ്രെയിംസൊക്കെ അത് ആ രീതി. ഇപ്പോൾ ഇറങ്ങിയപ്പോഴും നമ്മൾ കണ്ടിട്ട് പറയും എന്തുകൊണ്ട് ഈ മനുഷ്യർ ഈ പടത്തെ ഇങ്ങനെ ട്രോളി റിവ്യൂ ചെയ്ത് നശിപ്പിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ വിഷമമാണ്. ഇങ്ങനൊരു പടത്തെ ഇങ്ങനെ ആക്കിയത്. യഥാർത്ഥത്തിൽ ഈ പടം എല്ലാവരും കാണണം. വീണ്ടും വന്ന് തിയേറ്ററിലേക്ക് വന്ന ആൾക്കാർ ഈ പടം കാണണം. ഇതിൻ്റെ ഫ്രെയിംസ് ഇന്ന് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ ഫ്രെയിംസുകളും ഈ ഷോട്ടുകളും ഒക്കെ എടുത്തിരിക്കുന്നതിൻ്റെ രീതിയൊക്കെ അതെല്ലാവരും പഠിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പടം നല്ലൊരു പടം തന്നെയാണ്. ലിജോ ജോസിന്റെ മറ്റുള്ള സിനിമയൊക്കെ കണ്ടു. യെസ് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ലിജോ ജോസിന് മാത്രം പറ്റുന്ന ഒരു സിനിമ മേക്കിംഗ് ആണ് ഈ പടം. ലാലേട്ടൻ മറ്റൊന്ന് കഥാപാത്രങ്ങളായാലും എല്ലാം അതിൻ്റെ ആ മിക്സിങ് ആയാലും കളർ മിക്സിങ് ആയാലും എല്ലാം ഫ്രെയിംസുകൾ, പ്രത്യേകിച്ച് ഫ്രെയിംസുകൾ, ഓരോ ഫ്രെയിംസുകളും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പടമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ റിവ്യൂസിനെ മാറ്റി നിർത്തിയിട്ട് ആൾക്കാർ ഈ പടം വന്ന് കാണണം. അത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. എക്സലന്റ് മൂവി. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റഫാണ്. എക്സലന്റ്. ഓവറോൾ എങ്ങനെയുണ്ട്? കണ്ടിറങ്ങിയപ്പോൾ ഒരു ഫീൽ എന്താണ് ഇപ്പോൾ? എന്താ പറയുക, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നത് അങ്ങനെയാണ്. ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി മൂവിയാണ്. മോഹൻലാലിന് മാത്രം പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. റിവ്യൂ ഒക്കെ അറിഞ്ഞായിരുന്നു ഈ കഴിഞ്ഞ ദിവസം? നെഗറ്റീവ് റിവ്യൂസൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ റിവ്യൂ നോക്കാൻ പോയില്ല. ജസ്റ്റ് വന്ന് കാണുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷെ വന്നപ്പം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സിനിമ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനൊരു സിനിമ വന്നില്ല. ആക്ച്വലി ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് പാർട്ട് വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സൂപ്പർ. ഒരു 62 വയസ്സായ ഒരാൾ കാണിക്കുന്നതിൻ്റെ മാക്സിമം ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്കലി മാത്രമല്ല മേക്കിങ്ങിൽ വിഷ്വൽസ് നമുക്ക് ഒരു രീതിയിലും മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ ഒരു സിനിമയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു മൂവിയാണ്. അപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. എങ്ങനെ ഇത് എടുത്തു എന്നുള്ള ക്രൗഡ് വരുന്ന സമയത്തും സൈലൻ്റ് വരുന്ന സമയത്തും എല്ലാം ലിയോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു സിഗ്നേച്ചർ അതിൽ ഉണ്ട്. എല്ലാ സീൻസിലും ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്യാമറ വർക്ക്. നമ്മൾ ആ ഒരു ക്രൗഡ് കാണിക്കുമ്പോൾ നമ്മൾ ആ ക്രൗഡിൽ നിൽക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് ആണ്. അത് ആ രീതിയിലിരുന്ന് എൻജോയ് ചെയ്യണം. അല്ല ഇത് അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്നതിന് അതിൻ്റെ മാക്സിമം ആണ്. അത് നമ്മൾ ആ ഒരു ഫീൽ, നമ്മളെന്താ പറയുക, ഒരു നരസിംഹം അല്ലെങ്കിൽ ഒരു പുലിമുരുകൻ എക്സ്പെക്ട് ചെയ്യാതെ വരിക. നമുക്ക് മലയാളത്തിൽ എല്ലാ സിനിമയും വേണമല്ലോ. എല്ലാ രീതിയിലുള്ള എൻജോയ്മെൻറ്റും വേണം. അപ്പം സിനിമ ഒന്നും പറയാനില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. ഒരുപാട് റിവ്യൂ ഒക്കെ അറിഞ്ഞിട്ടാണോ? അറിഞ്ഞിട്ട് തന്നെ വന്നത്. അല്ല, ഇവിടെ നല്ല ആളുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ആളുണ്ട്. ഇഷ്ടപ്പെട്ട എന്താണ് കൂടുതലായിട്ട്? എൻ്റെ മേക്കിങ്ങും നല്ല ഇത് തന്നെയാണ്.